ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ന്യൂ മന്ത് ആരംഭിച്ചിരിക്കുകയാണ്, സെപ്റ്റംബർ മന്ത്. അപ്പോൾ ഈ മന്ത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് പോസിറ്റീവ് ആകട്ടെ. ട്രേഡിങ്ങിൽ അതുപോലെ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് മിഡ് ക്യാപ് സ്റ്റോക്കുകൾ, ബെസ്റ്റ് മിഡ് ക്യാപ് സ്റ്റോക്കിലാണ്. ജസ്റ്റ് ബൈ ആൻഡ് ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. അത്ര നല്ല മിഡ് ക്യാപ് സ്റ്റോക്കിലാണ്, നല്ല ഗ്രോയിങ് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കിലാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഈ ഒരു സ്റ്റോക്ക് ടിക്കർ ടൈപ്പിൽ 100% ബൈ റെക്കമെൻഡേഷനിലാണ് കിടക്കുന്നത്. ഇപ്പൊ മിഡ് ക്യാപ്പിൽ കുറച്ച് ഹൈ റിസ്ക് ഉള്ള സ്റ്റോക്കാണ്, എന്നാൽ കൂടിയും നല്ല റിട്ടേൺസ് തരുന്ന ഒരു സ്റ്റോക്കാണ്. കറന്റ് 1519 ട്രേഡ് ചെയ്യുന്നു ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഇവരുടെ വാല്യുവേഷൻ നമുക്ക് ഫസ്റ്റ് നോക്കാം. ബുക്ക് വാല്യൂ 50 rupees, then ROC 60% ഉണ്ട്, ആൻഡ് ROE 45, ഫേസ് വാല്യൂ 1, സ്റ്റോക്കിന്റെ PE വരുന്ന 81.4, ആൻഡ് മാർക്കറ്റ് ക്യാപ് 16,172 crores. പിന്നെ ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്ക് ആണ്. CAGR ഗ്രോത്ത് ലാസ്റ്റ് 5 years ആയിട്ട് 48% ഉണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും 44% ഉണ്ട്. ആൻഡ് ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് 50% ഉണ്ട് ഈ ഒരു സ്റ്റോക്ക്. സോ അവരുടെ ഗ്രാഫ് നമുക്ക് കണ്ടാൽ അറിയപ്പോൾ ഇൻക്രീസ് ആവുന്ന ഒരു ഗ്രാഫ് കാണാൻ സാധിക്കുന്നു. ദെൻ കോമ്പറ്റീറ്റേഴ്സ് കെമിക്കൽ സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് ക്ലീൻ സയൻസ്. ലാസ്റ്റ് പ്ലേസിലാണ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇവരുടെ സെയിൽസ് നിങ്ങൾ നോക്കിയാൽ ലാസ്റ്റ് മന്തിനേക്കാളും ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ബാലൻസ് ഷീറ്റ് നോക്കിയാലും റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ബോറോവിങ്സ് 0 ആൻഡ് ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ബെറ്റർ ആവുന്നുണ്ട്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക്, പിന്നെ കൂടുതൽ ഈ ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് ഗൂഗിൾ ചെയ്യാം. സോ കെമിക്കൽ സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇവരുടെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അനിസോൾ, അതുപോലെ മോണോ മീത്തൈൽ ഇതർ. ഇപ്പോൾ കൂടുതലും ഇവർ ഫാസ്റ്റ് ഗ്രോയിങ് കൺസ്യൂമർ ഇൻഡസ്ട്രിയൽ മാർക്കറ്റിലാണ് പ്രോഡക്ട്സ് ഇവർക്കുള്ളത്. പുതിയ ഇന്നോവേറ്റീവ് അതുപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരുന്നു. പിന്നെ കമ്പനിയെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. 15 years ആയിട്ടുള്ള ഇൻകോർപ്പറേഷൻ ആണ്. നല്ല ലാർജസ്റ്റ് മാനുഫാക്ചർ ആണ് കെമിക്കൽ ഗ്ലോബൽ ആയിട്ടും. പിന്നെ അതുപോലെ ഇവർ എക്സ്പോർട്ടിംഗ് ഉണ്ട്, എക്സ്പോർട്ടിംഗ് കമ്പനി ഇൻ ഇന്ത്യ. ആൻഡ് 2003 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി. അവർക്ക് നല്ല ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ്. ദെൻ കസ്റ്റമേഴ്സ് ഫ്രം USA, ജപ്പാൻ, ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള മിഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ കെമിക്കൽ കമ്പനിയാണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നല്ല റിലയബിൾ ആയിട്ടുള്ള സർവീസ് കസ്റ്റമർക്ക് കൊടുക്കുക, അതുപോലെ കസ്റ്റമർ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ സേഫ്റ്റി ആയിട്ട് പ്രോഡക്ട്സ് കൊണ്ടുവരിക എന്നുള്ളത്, അതുപോലെ പുതിയ പുതിയ ഇന്നോവേഷൻസ്, ഇതൊക്കെയാണ് ഇവരുടെ പ്ലസ് പോയിന്റ്. സെക്കൻഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിക്യാബ് ഇന്ത്യ. ഈ ഒരു സ്റ്റോക്കാണ് 2036 ട്രേഡ് ചെയ്യുന്നു. മിഡ് ക്യാപ് സ്റ്റോക്കാണ്, ലോ റിസ്ക് ഉള്ളൂ ഈ ഒരു സ്റ്റോക്ക്. 67% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട്. ഇപ്പോൾ വയർ, അതുപോലെ കേബിൾ, ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രിക് ഗുഡ്സിന്റെ മാനുഫാക്ചറിങ് ആണ്. LED ലൈറ്റ്നിങ്, ഇലക്ട്രിക് ഫാൻ, സ്വിച്ചസ്, അതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് ആണ് പോളിക്യാബ് ഇന്ത്യ വരുന്നത്. ആൻഡ് ഇന്ത്യസ് ലീഡിംഗ് മാനുഫാക്ചർ ആണെന്ന് തന്നെ പറയാം കേബിൾ ആൻഡ് വയേഴ്സിൽ. 0.48 ഡിവിഡൻഡ് yielding ഉണ്ട്. ബുക്ക് വാല്യൂ 390, ആൻഡ് സ്റ്റോക്കിന്റെ PE 36.8, ROC 24% ഉണ്ട്, ROE 20%, ഫേസ് വാല്യൂ 10, ആൻഡ് മാർക്കറ്റ് ക്യാപ് 30,842. ഇപ്പോൾ ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്ക് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കും. തന്നെ നല്ല ക്വാർട്ടർലി റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റോക്കും. ലാസ്റ്റ് 5 years ആയിട്ട് CAGR ഗ്രോത്ത് 36% ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. കേബിൾ സെക്ടറിൽ ഫസ്റ്റ് പ്ലേസിലാണ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് വരുന്നത്. പിന്നെ ഇവരുടെ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒക്കെ
ഗ്രോയിങ് ആണ് എന്നേ പറയാൻ പറ്റും. കാരണം ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഗ്രോയിങ് സ്റ്റേജിലാണ്. റിസർവ്സ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണും ബെറ്റർ ആയിട്ടുണ്ട്. ദെൻ പോളി ക്യാബിൻ്റെ ഈ ഒരു ഫിനാൻഷ്യൽ നമുക്ക് നോക്കാം. 2018 മുതൽ ഇവിടെ ഇൻകം ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ആയോ എന്ന് നോക്കിയാൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ നെറ്റ് ഇൻകവും ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഫിനാൻഷ്യൽ നമുക്ക് നോക്കാം. ടോട്ടൽ റവന്യൂ സൈഡ് കണ്ടോ, 2018 245 ഉണ്ടായിരുന്ന സ്റ്റോക്ക് 538 ആയിട്ട് ഇൻക്രീസ് ആയി. അതുപോലെ നെറ്റ് ഇൻകവും നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഈ രണ്ട് സ്റ്റോക്കും ബെസ്റ്റ് ബൈ മിഡ് ക്യാപ് സ്റ്റോക്കാണ്. ജസ്റ്റ് ബൈ ആൻഡ് ഫോർഗെറ്റ്. നിങ്ങൾക്ക് നല്ല മിഡ് ക്യാപ്പിൽ നിങ്ങൾ നല്ല ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്ന സ്റ്റോക്ക് ആണെങ്കിൽ ഈ രണ്ട് സ്റ്റോക്കിൽ നിങ്ങൾ കണ്ണു അടച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല റിട്ടേൺസ് കിട്ടുന്ന ഒരു സ്റ്റോക്കാണ് കേട്ടോ. ഇത്തിരി കുറച്ച് പ്രൈസി സൈഡ് ആണെങ്കിലും നല്ല റിട്ടേൺസ് തരുന്ന രണ്ട് സ്റ്റോക്കിലാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടാം. രണ്ട് സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പർ 9606046812 ഈ ഒരു നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. അതുപോലെ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ, ഈ ഒരു മലയാളം ഷെയറുടെ ഐക്കൺ നിങ്ങൾക്ക് കാണാമല്ലോ ഈ ചാനലിൽ. അപ്പോൾ അതിൽ ഞാൻ റൈറ്റ് സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക്. അപ്പോൾ അതിൽ നമ്മൾ ഡെയിലി ഒത്തിരി ന്യൂസ് അതുപോലെ ടിപ്സുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പോൾ ഇത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഒത്തിരി ന്യൂസ് കണ്ടോ, ഒത്തിരി ന്യൂസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഏതൊക്കെ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യണം, ടിപ്സുകൾ, ന്യൂസുകൾ ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇത് മിസ് ചെയ്യാതെ നിങ്ങൾ നോക്കുക. ഇതുവരെ ആഡ് ചെയ്യാത്തവർ ആഡ് ചെയ്യുക. ഓൾറെഡി ആഡ് ആയിട്ടുള്ളവർ ഇതൊന്ന് ജസ്റ്റ് നോക്കുക. ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. സോ എല്ലാവർക്കും നന്ദി, നമസ്കാരം.